സമ്മർദ്ദമുള്ള ദിവസങ്ങൾക്കായുള്ള ക്രിസ്തീയ പരിഹാരം. സമ്മർദ്ദകരമായ ദിവസങ്ങൾ, സ്ട്രെസ്ഫുൾ ഡേയ്സ്, ജീവിതത്തിൻ്റെ ഭാഗമാണ്. തിരക്കേറിയ ജോലികളോ അപ്രതീക്ഷിതമായ വെല്ലുവിളികളോ വൈകാരികമായ പിരിമുറുക്കമോ ആകട്ടെ, ഇതിനൊക്കെയും നമ്മുടെ സമാധാനത്തെ നശിപ്പിച്ചു കളയുവാൻ കഴിയും. എന്നാൽ ബൈബിൾ നമുക്ക് ആത്മീകമായ ചില പരിഹാരങ്ങൾ നൽകുന്നുണ്ട്. വിശ്വാസത്തോടും ശാന്തതയോടും കൂടെ സമ്മർദ്ദത്തെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രായോഗികമായ മാർഗങ്ങളുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ശക്തമായ ഒരു മാർഗനിർദ്ദേശം നമുക്ക് നൽകുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാത്തിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടുകൂടി ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. സമ്മർദ്ദം നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിക്കുന്നതിന് പകരം അതിനെ ദൈവത്തോടുള്ള അപേക്ഷയായി മാറ്റുവാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ദൈവത്തോട് സത്യസന്ധമായി നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുക, എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുവാൻ കഴിയാത്തവ ദൈവം ചെയ്യുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുക. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യത്തിൽ അവിടെ യേശു ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഇത് ശാരീരികമായ ആശ്വാസത്തിലും ഉപരിയാണ്. ഇത് ആത്മാവിലുള്ള ആശ്വാസമാണ്. ജീവിതത്തിലെ നിയന്ത്രണം നാം ദൈവത്തിൽ സമർപ്പിക്കുമ്പോഴാണ് നമുക്ക് ആശ്വാസം ലഭിക്കുന്നത്. നമ്മുടെ ഭാരങ്ങളെ ഇറക്കി വെച്ച് ദൈവിക ശക്തി നമ്മെ വഹിക്കുവാൻ, ചുമക്കുവാൻ അനുവദിക്കുക. സമ്മർദ്ദമുള്ള ദിവസങ്ങളിൽ ഒന്ന് ശാന്തമായിരിക്കുക, ഒരു സങ്കീർത്തനം വായിക്കുക, ആരാധന ഗാനങ്ങൾ കേൾക്കുകയോ പാടുകയോ ചെയ്യുക. ഈ ചെറിയ നിസ്സാരമായി നമുക്ക് തോന്നുന്ന പ്രവൃത്തികൾ ദൈവിക സമാധാനം നമ്മളിലേക്ക് വരുവാൻ നാം ഇട നൽകുകയാണ്. ദാവീദിനെയും പൗലോസിനെയും പോലുള്ള ബൈബിൾ കഥാപാത്രങ്ങൾ കടുത്ത സമ്മർദ്ദങ്ങൾ അനുഭവിച്ചിരുന്നു. എന്നാൽ അവരുടെ രഹസ്യം വളരെ ലളിതമായിരുന്നു. അവർ ദൈവവുമായി എപ്പോഴും ആ ഒരു ബന്ധം പുലർത്തിയിരുന്നു. അടുത്ത തവണ നിങ്ങൾക്ക് സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഓർക്കുക, ദൈവം നിങ്ങളുടെ അഭയസ്ഥാനമാണ്. അവനിൽ ആശ്രയിക്കുക, ദൈവവചനം ഉപയോഗിക്കുക. നമ്മുടെ ബലഹീനതകളെ മറികടന്ന് സമാധാനമെന്ന ശക്തി ദൈവത്തിൽ കണ്ടെത്തുക. ഗോഡ് ബ്ലസ് യു.